ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ ഒന്നുമില്ല, വളരെ ക്രിസ്പായിട്ടുള്ളൊരു സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അവിടേക്ക് പോണത്. അപ്പോൾ ആ വിശേഷം മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് 2 വീഡിയോ സർപ്രൈസാണ്. അത് ഞാൻ നാളെയല്ല എന്നാണ്, ഇപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിപ്പോൾ നിങ്ങളിത് കാണുന്നത് നാളെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവ് പോലെ രാവിലെ നേരത്തോടെ എണീറ്റു. പിള്ളേർക്കൊന്നും ഇന്ന് തോമൂന് ക്ലാസ്സില്ല, പാച്ചുവിനും ചാക്കോനും ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതാ റെഡിയാക്കാനായിട്ട് ഓരോ വശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേരത്തോടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകാനുള്ളത് കേട്ടോ. അങ്ങനെ രാവിലെ പതിവ് പൊടി സാധാരണ എണീക്കണ പോലെ തന്നെ എണീറ്റു. കാരണം ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, പള്ളിയിലേക്ക് പോകാൻ വരിക അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാണ്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതായത് പാച്ചുവിനെയും ചാക്കോനെയും. അപ്പോൾ അവരെ രണ്ടുപേരെയും കൊണ്ട് അവരെ സ്കൂളിലാക്കിയിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ്, സ്കൂൾ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരെ അവിടെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞങ്ങൾ തോമൂനെയും കൊണ്ട് മാതാവിൻ്റെ പള്ളിയിലേക്കും ഔസേപ്പിതാവിൻ്റെ പള്ളിയിലേക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് വരണോടുകൂടി അവരെ എടുത്തിട്ട് വരാം. ഇതായിരുന്നു നമ്മളുടെ ഇറങ്ങുന്നത് വരെയുള്ള പ്ലാൻ കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ കുട്ടികളോടും ചേച്ചിയോടും എല്ലാവരോടും പറഞ്ഞു, ഞാനിങ്ങനെ പോവാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപാടോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പറഞ്ഞു. ഞാനതൊക്കെ ഇന്ന് ഞാൻ ചെയ്തു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നല്ല നൂലപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ, ബീഫ് സ്റ്റൂ ആയിരുന്നു. അപ്പോൾ സംഭവം ഈ ആഴ്ച നൊയമ്പും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് 50 ദിവസം നൊയമ്പാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള നൂലപ്പം ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളുടെ വലിയ നൂലപ്പത്തിൻ്റെ ഇതിൽ ഒരാളെന്നുള്ള കണക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഞാൻ പറയാണ്ട് ഇപ്പോൾ 4 വർഷമായി ഞാൻ എല്ലാ ദിവസത്തെയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഓരോ ദിവസത്തെയും ഡിഷ് എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. അങ്ങനെ 9 ആവാൻ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ശരിക്കും 9:15 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഡാഡി കൊണ്ടുവന്നാക്കാമെന്നാണ് പറഞ്ഞ മോനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കരയും, ഡോണ കൊണ്ടാക്കണേ വെച്ചാൽ കരയും. അങ്ങനെ അവരിറങ്ങണം. അപ്പോൾ തോമുവിന് സ്കൂളിൽ പോകണ്ടാത്ത ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സമാധാനത്തിൽ എണീക്കാനായിട്ട് ഡിവൈനിന് പറ്റും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഡിവൈൻ രാവിലെ എണീറ്റിട്ട് അവന് ഈ 8:45 വിടേണ്ട കാരണം ഡിവൈൻ നേരത്തോടെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ന് ഡിവൈനിന് ഒരു ചെറിയ വിശ്രമം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട്. കാരണം തോമിന് പോകണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു സമാധാനം. ഇവർക്ക് 9:15 9:30 ആയാലും വിരോധമൊന്നുമില്ലല്ലോ. അങ്ങനെ തോമുനെ പാച്ചുവിനെ ചാക്കോനെ കൈയോടെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് പിന്നെ വീണ്ടും ഒരു കയറ്റലും വേണ്ടല്ലോ. പിന്നെ സ്കൂൾ ഫോട്ടോ എടുക്കണതിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും നേരെ ഡോണിന് കൊണ്ടുപോയി ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇറങ്ങി ഞാൻ പറയാറില്ലേ, ഞങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇരിക്കണോടത്തൊക്കെ നിന്ന് വർത്താനാന്ന്. അങ്ങനെ കുറേ നേരം നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ഡോൺ പറയാറുണ്ട് രവിമംഗലത്തെ ഒരു ചെറുപ്പം കുട്ടി മരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ ഭയങ്കര വിഷമം തോന്നി. 32 വയസ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പരിസരത്തായിരിക്കും, എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ. അങ്ങനെ ചാക്കോച്ചനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ടിഫിനും കാര്യങ്ങളൊക്കെ ആക്കി പാച്ചുവിനുള്ളതാക്കിയിട്ടാണ് ഡിംപിളിതാ കുളിക്കാനും കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൂലപ്പം കഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഞാൻ പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് കഴിക്കും, പിന്നെയാണ് കറി ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ഇന്ന് പാല് ഇനിയിപ്പോൾ ഗുഡ് ലൈഫ് അല്ല, അപ്പോൾ തിളപ്പിക്കണം. അപ്പോൾ ആ മടിക്ക് ഒരു തുണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കഴിച്ചു, ബാക്കി സ്റ്റൂടി കഴിച്ചു കേട്ടോ. അപ്പം ഇവിടെ ചാക്കോൻ്റെ ഡ്രസ്സ് കണ്ടോ, ചാക്കോന് കംപ്ലീറ്റ് തോമുൻ്റെ സെക്കൻഡ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് തോമുന് കുറച്ച് മുമ്പ് നാളിട്ട ഡ്രസ്സൊക്കെ ചാക്കോന് പാകുക. കാരണം അവൻ്റെ ബോഡി ഷേപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈൻ പറയും ഒറ്റ സാധനം ഞങ്ങൾക്ക് പുറത്ത് കൊടുക്കണ്ടെന്ന് പറയും. പക്ഷേ കുഞ്ഞിലത്തെ കണ്ടമാനം ഡ്രസ്സ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അധിക ഭാഗം നമ്മൾ കുരിയച്ചിറ പള്ളിയിലാണ് കൊടുക്കുക. അവിടെ നിന്നാകുമ്പോൾ ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് അവിടെ നിന്ന് എത്തിക്കും. അപ്പോൾ തൽക്കാലം ഒരു വള ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ചാക്കോൻ്റെ കൈമ ഒരു വള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൊന്നും കുട്ടികളെ ഇപ്പോൾ ഇടിയിക്കാറില്ല, പ്രത്യേകിച്ച് പ്ലേ സ്കൂളിലേക്ക് പോണതല്ലേ. അപ്പോൾ പാച്ചുവിൻ്റെ ഈ കുട്ടികളുടെ പേരൊക്കെ തെറ്റുന്നേ. അപ്പോൾ പാച്ചുവിൻ്റെ കയ്യും ഒരു വള കണ്ടപ്പോൾ ചാക്കോനൊരു പൂതി, അപ്പോൾ അത് ഇടിയിച്ചു കൊടുത്തതാണ്. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഗുളികൾ വെട്ടി അത് ബോക്സുകളിലാക്കും. അപ്പോൾ ഇന്ന് കറക്റ്റ് 15 ദിവസമായി. പക്ഷേ 2-3 ഗുളിക ബാക്കിയുണ്ട് കേട്ടോ. അതായത് ഏതൊക്കെയോ ദിവസം ഞാൻ മറന്നു എന്ന് അതിൻ്റെ അർത്ഥം.
അങ്ങനെ ദേ പാച്ചൂട്ടനും റെഡിയായി. അപ്പോൾ പാച്ചൂട്ടൻ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇട്ട ഡ്രസ്സാട്ടോ, അൽഫോൺസമ്മയുടെ ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ അത് ന്യൂ ഡ്രസ്സ് ആയതുകൊണ്ട് അവൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാച്ചുള്ള ഷൂ ഒക്കെ ഇട്ട് 2 പേരും ദേ പോണു. ചേട്ടൻ 2 ആളെയും യാത്രയാക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനിയന്മാരെ കൊണ്ടുപോയിട്ട് നമ്മളിതാ പോവാണ്, മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൻ ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരമല്ലേ. ഇവർക്ക് 3 പേർക്കും ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാട്ടോ. ഇവരെ 3 പേരും കൂടി ആകുമ്പോൾ 3 പേർക്കും ഒരേപോലെയാണ് നമ്മൾ അവർക്ക് ഇത് കൊടുക്കുക. ഒറ്റയ്ക്ക് ഒരു അവസരം ഇവർക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, അൽഫോൺസമ്മയുടെ ലൊക്കേഷൻ അവിടെ ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ, മീറ്റപ്പിന് പോയപ്പോൾ ഈ പാച്ചുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കിയുടെ വീട്ടിൽ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ലേ, അവിടെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ തോമൂനാണ് അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാത്തത്. അപ്പോൾ അവൻ അധിക ഭാഗം ഹബ്ബിലാണ് അവന് പോയിട്ട് അവൻ എൻജോയ് ചെയ്യുക അപ്പയുടെ കൂടെ കേട്ടോ. അങ്ങനെ ദേ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇനി വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി വരണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ദേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെ വിടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വസ്തുവും റോഡ് പൊളിച്ചിട്ടേക്കുക. എല്ലാ വസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവും. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് പോകേണ്ട സ്ഥലത്ത് ഇപ്പോൾ ശരിക്കും 1 മണിക്കൂർ വേണം നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഡാഡീനെ കാണാണ്ട് ഇപ്പോൾ വിളിച്ചപ്പോഴാണ് പറയണത് സ്കൂളിലെത്താൻ 10:15 9:15 പോയതാണ്, 10:15 സ്കൂളിലെത്തിയത്. അപ്പോൾ അവിടെ ഓൾറെഡി ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നത്തേൽ കുഴപ്പമില്ല, കുട്ടികൾ വെൽ ഡ്രസ്ഡിലാണ് പോയേക്കണേ. അങ്ങനെ ദേ ഞങ്ങൾ വേഗം പോണതിന് മുമ്പ് കുട്ടികളെ ഡ്രസ്സ് മാറാൻ പോകുന്നതോട് കൂടിയിട്ട് ഞാൻ വേഗം കിച്ചൺ ഒതുക്കി വെച്ചു. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വലിച്ചു വരി കിടക്കുന്ന കിച്ചൺ അതെനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്കല്ല, ഇവിടെ കുട്ടികളായാലും അതെ, നമ്മളെവിടെ പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു നേരം ഫുഡ് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ഒരു നേരത്തെ കാര്യങ്ങൾക്ക് നമ്മൾ നിൽക്കുക. അപ്പോൾ രാവിലത്തെ കുറേ കഴിഞ്ഞപ്പോൾ ആ തിരക്കിൽ നമ്മുടെ ഇവിടെ ഫുൾ ചായ പോയിട്ടോ. അപ്പോൾ പിന്നെ സാരമില്ല, അവിടെ കിടന്നുണങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഡിവൈൻ നമുക്ക് ഡ്രസ്സ് എടുത്തു തന്നല്ലോ, ബർത്ത്ഡേയുടെ ഡ്രസ്സ്. ഇത് നമ്മുടെ ഫ്രസി തന്നിട്ടുള്ള ബാഗാണ്. അവർ വന്നപ്പോൾ കേട്ടോ, ഫ്രസില്ല വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗ്. അപ്പോൾ അതിൽ കറക്റ്റ് മാച്ചാണ്. അപ്പോൾ ഞാനതാണ് ഇന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് ഞാൻ എന്താ ഞങ്ങൾ ഇറങ്ങുകയായി. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് കുറച്ച് സംഭവങ്ങളും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് എടുക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചൊരു ഓർഡർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഇത് വാങ്ങിക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ എല്ലാ സാധനങ്ങളും കാണിച്ചിട്ട് അവർക്ക് അയച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അത് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുള്ള ഇതൊരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ബോക്സാണ്. പിന്നെ ഇന്നൊരു വാലൻറ്റൈൻസ് ഡേയുടെ ഉണ്ടായിരുന്നു, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, ഒരു 4-5 പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു സെറ്റ് പോയി, ഉച്ച തിരിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് ഇതാ കൊണ്ടുപോയി വന്നുള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോൾ എടുക്കുന്ന സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3:30-4 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 4-4:30 എന്താ ആൻറ്റി വോയിസ് ഓവർ കൊടുക്കണേന്ന്. അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 പേരും 2 അപ്പന്മാരും തോമും മാത്രമാണ് യാത്രയിൽ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 33 ദിവസം 33 പ്രാവശ്യം അങ്ങനെ 33 ശരിക്കും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഓരോ പ്രയറും സുഹൃത്ത് ജപം ഒക്കെ നമ്മൾ ചൊല്ലാട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പ്ലാൻ ചെയ്ത്, അപ്പോൾ ഇന്നലെ ഡിവൈനാണ് എന്നോട് പറഞ്ഞത്, മമ്മി നമുക്ക് ഈ ആഴ്ച കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അവിടേക്ക് പോയാലോ, ശരിക്കും 1 മാസമായില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ദിവസം എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും നോക്കിയപ്പോൾ 33 ദിവസം 7-ാം തീയതിക്ക് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ആ ദിവസം കണക്കാക്കി പോകുന്ന പോലെയായിട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ഇത് കണ്ടോ, ഞങ്ങളുടെ 4 പുറത്തുള്ള റോഡാണ് ഈ കാണുന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ ലെഫ്റ്റിലെ റോഡ് കാണുന്നത്. മടക്കം വരുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ വഴി മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടൊക്കെ. പക്ഷേ റോഡ് പണി കഴിഞ്ഞിട്ട് കാണാൻ ഒരു ഭയങ്കര ഭംഗി തന്നെയാവും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഹൈവേ വഴിയാണ് പോണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ 33 ദിവസം അല്ലെങ്കിൽ 33 തവണ അങ്ങനെയായിട്ടാണ് നമ്മൾ ശരിക്കും ഈ പ്രാർത്ഥന. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ പറയുമ്പോൾ അത് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുരുക്കഴിക്കുന്ന മാതാവ് തുമ്പരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും വിശദമായിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്ക് എനിക്ക് തോന്നുന്നു 1.25 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു, 1.5 മണിക്കൂർ കഷ്ടി ഒരു യാത്രയുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടുള്ള വഴി.
അങ്ങനെ ഞങ്ങളവിടെ എനിക്ക് തോന്നുന്നു 11:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ് ഈ പള്ളി, എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ബോർഡിൽ നിറച്ച് മറ്റേ കൃതജ്ഞത എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ദൂരെ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയി ശരിക്ക് ഞങ്ങളിന്ന് ദിവസം പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം പോകുമ്പോൾ ഓഫീസ് അവധിയായിരിക്കും, അതുപോലെ മറ്റേ രൂപങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവധിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസമാകുമ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നൊവേനയും കുർബാന ചെല്ലിക്കലൊക്കെ നടക്കും. അപ്പോൾ തോമനോട് ചോദിക്കായിരുന്നു എന്തിനാ മമ്മി ആ തൊട്ടിലവിടെയെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ മോൻ പോയിട്ട് തൊട്ടിലാട്ട്, മമ്മി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഉണ്ണിയോളില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ തൊട്ടിൽ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വഴിപാട് നേർന്ന് ഉണ്ണി ഉണ്ടാകുമ്പോൾ ആ ഉണ്ണീനെ കൊണ്ടുവന്ന് ആ തൊട്ടിൽ കിടത്തണം, അങ്ങനെയാണ് എൻ്റെ മോൻ പ്രാർത്ഥിച്ചോ ഉണ്ണീശോട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നോട് മാധ്യസ്ഥം പറഞ്ഞവർക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളില്ലാണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിനോട് തോമൂനെ കൊണ്ട് എന്താ പറയുക തൊട്ടിലാട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ സുഹൃത ജപം. കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകൾ കഴിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നമ്മൾ ചെന്നപ്പോൾ തൊട്ട് ഇത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എണ്ണേണ്ട കാര്യമില്ല, 33 തവണയാണ്. ഇപ്പം നിങ്ങൾക്ക് 2 ദിവസവും ചൊല്ലാൻ പറ്റിയ അത്രയും നല്ലത്. 2 നേരം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നപ്പോൾ എനിക്കതൊന്ന് എന്താ പറയുക പോസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കുറച്ച് പ്രയറിൻ്റെ ഇതെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ എന്നോട് ഇത് പ്രയർ ചോദിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്ത് ഓരോ ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോഴും ഞങ്ങൾക്ക് പ്രയർ അയച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതും കൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അത് സുഹൃത ജപം. കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയമേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ, ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത് കേട്ടോ. അങ്ങനെ തൊട്ടിലിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടുന്ന് വഴിപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എല്ലാ രൂപത്തിൻ്റെ അവിടേക്കൊന്ന് പോയി. അപ്പോൾ ഇന്ന് വളരെ സ്വസ്ഥമായിട്ട് പോകാനും പറ്റിയിട്ടോ. മറ്റേത് കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ ബഹളം കാരണം നമുക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത് ഡിവൈനായാലും അതെ ഞാനും ആയാലും അതെ വളരെ ശ്രദ്ധപൂർവ്വം പോയി ഓരോ രൂപത്തിൻ്റെ അവിടെയും ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും പോയി കണ്ടത്. അപ്പോൾ ഇവിടെ അതേ ഒരു ഇതിൽ നിറച്ച് ഫോട്ടോസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ അനുഗ്രഹം കിട്ടിയവരുടെ സാക്ഷ്യം ആയിരിക്കണം ഈ ഫോട്ടോസ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ വേറെ ഒന്നും അവിടെ വായിച്ചില്ല, ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ എന്തായാലും എന്താ പറയുക പരസ്യമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടിയും അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. നമുക്കും ഇതുപോലെ ഞാൻ ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഫോട്ടോ വെക്കാനുള്ളൊരു ഭാഗ്യം കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തൊട്ടിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു കുറേ ഉണ്ണികളെ അതിൽ കിടത്തിയിട്ട് നന്ദി പറയാനുള്ളൊരു അവസരം മാതാവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ അവിടെ മറ്റേ ചാരിറ്റിയുടെ ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ കയ്യിൽ കുറേ കാശുണ്ടാവണമെന്ന്. നമ്മളുടെ കയ്യിൽ കുറേ കാശൊന്നും വേണ്ട. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം 1 മനസ്സിൽ വിചാരിക്കുക. ഞാനിവിടെ കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എൻ്റെ അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ 10 രൂപയെ കിട്ടിയേ അതിൽ നിന്ന് 1 രൂപ അല്ലെങ്കിൽ 10 പൈസ ഒരു 10 വളരെ ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കൂടി ഒരു പാത്രത്തിലാവുമല്ലോ. ഒരു എന്തെല്ലാം വെക്കണമെന്ന് വെച്ചാൽ എവിടെയാണോ പോണത് അവിടേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കാണോ ആവശ്യം അവരുടെ കൈകളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ നമ്മൾ കുഞ്ഞും മക്കളായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ചെയ്യുന്ന കുട്ടി ബിസിനസ്സുകളായാലും അല്ലെങ്കിൽ വേറെ എന്ത് സംരംഭമായാലും അതിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു ഓഹരി 1 പള്ളിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യപ്പെടുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഇവിടെ മക്കളും ഇപ്പോൾ ഡിവൈനും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാണ്ട് തന്നെ ഇവരൊക്കെ അത് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വഴിപാടും കാര്യങ്ങളും നേർന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടുകുർബാന ചൊല്ലിക്കാൻ കൊടുത്തു. പിന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറേ മരിച്ചവരുണ്ടല്ലോ അവർക്കുള്ള കുർബാനയ്ക്കും ഇപ്രാവശ്യം അവിടെയാണ് കാശ് കൊടുത്തത്. പിന്നെ സ്തോത്രം മറ്റേ എന്താ പറയുക ഇതിലെഴുതിയിട്ടുണ്ട് അതും, അതായത് സ്തുതിഗീതം എന്ന് പറഞ്ഞിട്ട് അതിനും കൊടുത്തു.
അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ അവരവരുടേതായ കാര്യങ്ങൾക്കുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് സ്തോത്രഗീതം എന്ന് പറഞ്ഞില്ലേ, ഞാൻ സ്തോത്രഗീതത്തിനുള്ള കാശ് കൊടുത്തു. അതായത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്തുതിക്കുക എന്ന് പറയും, അതായത് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ സ്തോത്രഗീതം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസം പോയപ്പോൾ ഈ മാസം പോകുമ്പോൾ നിങ്ങൾക്കായാലും മനസ്സിലാവും, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചത് പെട്ടെന്ന് നടക്കുമ്പോഴാണ് നമ്മൾ അവിടേക്ക് പോയിട്ട് നന്ദി പറയാനായിട്ട് ഓടി ചെല്ലുക അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മളും ഈ മാസം ഇങ്ങോട്ട് ഓടി വന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേര് എന്നോട് മാതാവിനുള്ള മറ്റേ കുർബാന ചൊല്ലിക്കാനുള്ള കാശ് എവിടെയാണ് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിയണ്ടായിരുന്നില്ല. കാരണം നമ്മളെപ്പോൾ പോകുമ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ പോകാറ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓഫീസിൽ പോകാനോ അവരോടൊന്നും ചോദിക്കാനോ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്, ബാക്കി ഞായറും തിങ്കളും അവധിയാണ്, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളുണ്ടല്ലോ, മാതാവിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പം നമ്മളവിടെ 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ QR കോഡ് സെൻഡ് ചെയ്ത് തരും. അതിലേക്ക് ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ആ കാശ് അവിടെ ഗൂഗിൾ പേ വഴി കൊടുത്തു കഴിഞ്ഞാൽ ആ കുർബാനയോ എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അത് അവരവിടെ നടത്തും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇങ്ങോട്ട് കിടന്നപ്പോൾ അവിടെ പലതരം രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ കീ ചെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കുട്ടികൾ 2 മോതിരം വാങ്ങിച്ചു. അങ്ങനെ 1-2 കാര്യങ്ങൾ. പിന്നെ രൂപങ്ങൾ പിന്നെ ഓൾറെഡി നമ്മളുടെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അവിടേക്ക് കാര്യമായിട്ട് നോക്കിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ സിംതേരി കണ്ടത്. അപ്പോൾ സിംതേരി എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. ഞാൻ എവിടെ ചെന്നാലും സിംതേരിയിൽ മൊത്തം ഒന്ന് കയറി നോക്കുക എന്നുള്ളത് എനിക്ക് പണ്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാളെ കാണിച്ചാൽ മറ്റേ സങ്കടാവില്ലേ, എന്നാൽ പിന്നെ എല്ലാവരെയും കാണിക്കാമെന്ന് വെച്ചിട്ട് ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഞാൻ എടുത്തു. അപ്പോൾ വ്യാകുല മാതാവിൻ്റെ ഫോട്ടോ ആണ് അവിടെ വെച്ചേക്കണേ. അപ്പോൾ വ്യാകുല മാതാവിൻ്റെ ഫോട്ടോ വയ്ക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് പോയാലും ഏറ്റവും വിഷമിക്കുക അവരുടെ അമ്മമാരാണ്. അങ്ങനെ അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ഫോട്ടോസാണ് കേട്ടോ, അവിടുത്തെ ഇടവകാംഗങ്ങളുടെ ഫോട്ടോസാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു അവിടെ തന്നെ. അപ്പോൾ അത് കുടിച്ച് അത് കഴിഞ്ഞ് ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോയി എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇന്നാളൊരിക്കൽ കുറേ ദൂരെ നിന്ന് കാസർഗോഡ് നിന്നൊരു ഫാമിലി എന്നെ വിളിച്ച് ഇവിടേക്കായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോഴും പറഞ്ഞു അവിടെ വന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കുറേ നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, വഴിപാടുകളും കാര്യം കഴിഞ്ഞു, നന്നായി റെസ്റ്റ് ചെയ്തിട്ടാണ് പോയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ആ വെള്ളം മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ പള്ളി. അപ്പോൾ അവിടെയും കൂടി കയറാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെപ്പോൾ കയറുമ്പോഴും മാതാവിൻ്റെ അവിടെ പോകുമ്പോൾ ഉടനെ ഔസേപ്പിതാവിൻ്റെ പള്ളിയിലും കൂടി കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴും ഞാൻ പറയായിരുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണം ഇവിടെ ഊട്ടിന് കാശ് കൊടുക്കാനുള്ള. അപ്പോൾ ഇന്ന് ശരിക്കും ബുധനാഴ്ചയാണ് ഔസേപ്പിതാവിൻ്റെ ദിവസം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഊട്ട് നേർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടും എത്ര പേർക്കുള്ളതാണെന്നുള്ളത് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും ഉണ്ട്. അപ്പോൾ ഇതുപോലെ QR കോഡുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കാശ് കൈമാറുക. അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് വേണം നേർച്ചയും വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കത് നേരിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് തരുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ഏത് മുക്കിലിരുന്നിട്ടായാലും ഈ നമ്പറിൽ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കാലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ നമ്പറും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഔസേപ്പിതാവിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എന്താവശ്യങ്ങളും ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന രൂപങ്ങളുടെ ഉള്ളിൽ ഒരു അറ പോലെയുണ്ട്. അതിലേക്ക് നമ്മൾ എഴുതിയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഔസേപ്പിതാവ് ഉറക്കത്തിൽ അത് എല്ലാ കാര്യങ്ങളും സ്വപ്നം കണ്ട് സാധിച്ചു തരും എന്നാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അത് ഭയങ്കര വിശ്വാസമാണ്. കുട്ടികളായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതിയിട്ട് ആ രൂപത്തിൻ്റെ അടിയിലേക്ക് വെക്കും. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്തത് നമ്മളുടെ വീട് പണി കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഇതുപോലെ എന്നോട് ആവശ്യമൊന്നും പറഞ്ഞില്ല, ഇന്ന കാര്യം എന്നൊന്നും പറഞ്ഞില്ല, സംഭവം വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് മമ്മി, ഇതങ്ങനെയാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക്
കൃത്യമായിട്ട് പോയി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ രൂപങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഒരു അറ പോലും ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ വരുന്ന രൂപങ്ങളിൽ കേട്ടോ. നമ്മളുടെ വളരെ കുഞ്ഞിതാണ് അത്. എത്രയോ വർഷം മുമ്പ് ഡിമ്പിൾ വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നീടാണ് ഇപ്പോൾ ഉറങ്ങുന്ന ഔസേപ്പിതാവ് പ്രചാരത്തിലായത് കേട്ടോ. അപ്പോൾ അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ തൊട്ടിലുണ്ടായിരുന്നു, അവിടെയും പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ അതെ കുട്ടികൾ അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടു. അപ്പോൾ പതിവില്ലാണ്ട് ഡാഡിയും ഒരു എന്താ പറയുക ഒരു ഇത് എഴുതി ഒരു ആവശ്യം എഴുതി അവിടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാഡി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഈ പ്രാവശ്യം ഡാഡി അങ്ങനെ ചെയ്ത് കണ്ടു. എന്തോ അങ്ങനെ ദേ അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് അവിടുത്തെ QR കോഡും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായാലും എന്തെങ്കിലും കുർബാനയ്ക്ക് കാശ് കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ സംസാരിച്ചിട്ട് വാട്സപ്പ് ചെയ്ത് സംസാരിക്കുക. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവഴി അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 പള്ളിയിലത്തെയും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടും എഴുതി ഇതിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അതിൻ്റെ ഭംഗി പോലെ ചെയ്താൽ മതി. കാരണം കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഇത് ആദ്യം പുതിയ എടുക്കുക എന്നുള്ളത് ചില സമയത്ത് എനിക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് പറയണത്. അപ്പോൾ ഞാനിത് ഇത്തിരി സ്പീഡിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എനിക്ക് എവിടേക്കോ പോകാനുണ്ടല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഉണ്ട്. കാരണം ഞങ്ങൾ ഈ നടയിൽ നിൽക്കുമ്പോഴാണ് ഒരു കോള് വന്നത്, അത്യാവശ്യമായിട്ട് ഒരു കോള്, പ്രത്യേകിച്ച് നാളെ അവധിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഇനി വേഗം 2 പള്ളികളും കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ പള്ളിയിൽ നിന്ന് നേരെ ലുലുവിലേക്ക് പോകണേന്ന്? അതൊരു സർപ്രൈസാണ് കേട്ടോ. എന്തിനാണ് ലുലുവിലേക്ക് പോകണേന്നും അത് എവിടേക്കാണെന്നൊക്കെ നിങ്ങൾക്ക് നാളത്തെ വീഡിയോ കാണുമ്പോൾ തിരിച്ച് എന്താ പറയുക ശരിക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 ആളും കൂടിയിട്ട് ഇതേ പോന്നു. അപ്പോൾ തോമൂനെയും ഡാഡീനെയും ഡോണിനെയും കൂടിയിട്ട് കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് വിട്ടിട്ട് ഞങ്ങൾ 3 പെണ്ണുങ്ങൾ കൂടിയിട്ട് ലുലുവിലിറങ്ങി. അവിടെ നിന്നൊരു കുഞ്ഞ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ വിചാരിച്ചതൊക്കെ ചെറുതാണ്, പക്ഷെ ചെന്ന് പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ അത് ഇത്തിരി വലിയ പർച്ചേസിങ്ങായി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ സമാധാനത്തിൽ പറയാം കേട്ടോ. അവിടുത്തെ കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1, 2, 3 പ്രാവശ്യം മുട്ടിയിട്ട് എന്നെ വിളിക്കണത്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ഞാനൊരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി തിരിച്ച് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നാളത്തെ വിശേഷം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 4:30ക്കാണ് വോയിസ് ഓവർ കൊടുക്കണതെന്ന്. ഈ 4:30ക്ക് കൊടുക്കാൻ കാരണം 5 മണിക്ക് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ വേണം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പോണത്. എന്താ നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുറത്തത്തെ ബഹളം വല്ലാത്ത ബഹളമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ദേഷ്യപ്പെടും. കാരണം എന്താ പറയുക ഈ ഒരു കാരണം പറഞ്ഞിട്ട് ലേറ്റ് ആവാമെന്ന് പറയുമ്പോൾ അവർക്കും അത് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അത് ഒരു സർപ്രൈസ് വീഡിയോസാണ് അടുത്ത 2 വീഡിയോ. നിങ്ങളതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.